ബാർബിയുടെ ഒരു സ്റ്റിക്കർ, ബാർബി. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. ഇതെന്താ ഇതിൻ്റെ അകത്ത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞല്ല, മിഠായി കവർ പോലെ ഒട്ടിച്ചിട്ട്, മിഠായി കവർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉപ്പുമുളകിൻ്റെ ഒരു മിഠായി. എന്നിട്ടാണ് കാര്യം, ഇനിയാണ് അടുത്ത കാര്യം. കത്ത് ഒന്നല്ല, കത്ത്. ആദ്യം ചെറുത് നോക്കാം, ചെറുത് വായിച്ചു നോക്കാം. കോട്ട് ഓഫ് ദ ഡേ. ഡിസ്റ്റൻസ് മീ ചേഞ്ച് പാത്സ് ബട്ട് ഇറ്റ് നെവർ ചേഞ്ചസ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അടുത്തത്, ഇത് ഡ്യൂ അല്ല, ഈ നമ്പറിൻ്റെ കൂടെ ആൻസർ എഴുതി അയക്കുക. ഇത് ഡ്യൂ അല്ല, ഈ നമ്പറിൻ്റെ കൂടെ ആൻസർ എഴുതി അയക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓഡ് വൺ ഔട്ട്, വിച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. ഓപ്ഷൻസ്: ലാഫ്, മെമ്മറീസ്, ഫണ്ട്, എക്സാം ടെൻഷൻ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ എന്നത് പകുതി പോലെയൊക്കെ ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്. ഇനി അടുത്തത് കത്ത്. മെയിൻ സാധനം കത്ത്. എനിക്ക് കത്ത് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ വായിച്ചു നോക്കാം. കുറേ എഴുതിയിട്ടുണ്ട്. ഹലോ റോസ്, എനിക്ക് നിന്നെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. എൻ്റെ കോണ്ടാക്റ്റിൽ നിന്നെ അങ്ങനെയാണ് സേവ് ചെയ്തേക്കുന്നത്. തീരുന്നത് അത്ര പെട്ടെന്നാണല്ലോ, 3 വർഷം തീരുന്നത്. ഒരു സിമ്മ് കൂടി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ. നിന്നെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ബോൾഡായിട്ടുള്ള ഒരാളാണ് നീ. കാരണം ഏത് കാര്യത്തിനും നിനക്ക് നിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല അതിനുവേണ്ടി വാദിക്കാനൊക്കെ നിനക്ക് പറ്റാറുണ്ട്. പിന്നെ തീർച്ചയായും നിനക്ക് നിൻ്റേതായുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതൊന്നും പുറത്ത് കാണിക്കുകയോ ഓവറായിട്ട് ടെൻഷൻ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. നിൻ്റേതു മാത്രമായ സ്പേസിലെല്ലാം ഒതുങ്ങുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തല്ലുകൂടാനും. പലപ്പോഴായി നീ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. നീ പറഞ്ഞ